الرحمن الرحيم فإنهم عدو لي إلا رب العالمين الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين. വിശ്വാസികളെ സർവലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ്. കരുണാവാരിധിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ മുൻപിലോ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിന്റെ മുൻപിലോ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ RCCയുടെ മുൻപിലോ ഏതാനും സമയം ചെലവഴിക്കേണ്ടി വന്ന ആളുകൾക്കറിയാം, രോഗം ഒരു മനുഷ്യനെ എത്രത്തോളമാണ് തളർത്തിക്കളയുക എന്നുള്ളത്. ഏത് കരുത്തനെയും ഒരു പക്ഷേ എത്ര സാമ്പത്തിക ശേഷിയുള്ളവനെയും ഇല്ലാത്തവനാക്കുന്ന, നട്ടെല്ലൊടിച്ചു കളയുന്ന പരീക്ഷണമാണ് രോഗത്തിലൂടെ പലരും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. അല്ലാഹു നമ്മളെല്ലാം ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു പോള കണ്ണടക്കാനാവാതെ, ശരീരത്തെ മുറിച്ചു കളയുന്ന, കൊത്തി നുറുക്കുന്ന വേദന താങ്ങാനാവാതെ ഓടി നടന്നിരുന്ന പലരും ഒരടി പോലും നടക്കാനാവാതെ, ചിലപ്പോൾ പ്രാഥമിക കർമ്മങ്ങൾ പോലും സ്വന്തമായി നിർവഹിക്കാൻ സാധിക്കാതെ കട്ടിലിൽ തളച്ചിടപ്പെട്ട, ജീവിതം തന്നെ തളച്ചിടപ്പെട്ട എത്രയോ രോഗികൾ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ട്. ശരീരത്തിൽ വെള്ളം സ്പർശിക്കാൻ പറ്റാത്തവർ, സാമ്പത്തികമായി എമ്പാടുമുണ്ടായിട്ടും ഒന്നും തൊണ്ടയിലൂടെ ഇറക്കാൻ പറ്റാത്തവർ, അങ്ങനെ എത്രയെത്ര മനുഷ്യർ. രോഗമെന്നാൽ വേദനയാണ്, ടെൻഷനാണ്, പട്ടിണിയാണ്, പലപ്പോഴും കടമാണ്, ആളുകളിൽ നിന്നുള്ള അകൽച്ചയും പ്രാരാബ്ധവുമാണ്. ഇന്ന് ഭൂമുഖത്ത് ആരോഗ്യത്തോടെ നടക്കുന്ന ഏതൊരു മനുഷ്യനും ഒരു പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ നാളെ രോഗിയായി മാറിയേക്കാം. അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത്. ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഏത് വിശ്വാസിയെയും ഏത് അഹങ്കാരിയെയും രോഗം ബാധിച്ചേക്കാം. എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് ഡോക്ടറോട് ചോദിച്ച ഒരു രോഗിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ജീവിതത്തെ കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ പരിചരിക്കുന്നവരെല്ലാം ഇനിയും എന്തിനാണ് നീട്ടിയിടുന്നത് എന്ന് ചോദിക്കുന്നത് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ വന്നു. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിൽ പോലും ഒരു വിശ്വാസി അങ്ങനെ ചോദിക്കുവാൻ പാടില്ല. അവസാനം ഒരു മനുഷ്യന് പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, അല്ലാഹുമ്മ അമിത്നി ഇൻ കാലത്തിൽ മമാത്തു ഖൈറൻ ലി. അല്ലാഹുവേ,
മരണമാണ് എനിക്ക് നല്ലത് എങ്കിൽ നീ എന്നെ മരിപ്പിക്കണമേ. ഒരു പക്ഷേ മരിച്ചു എന്ന് നാം വിധി എഴുതിയ ചിലരെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഇന്ന് ആരോഗ്യത്തോടെ ജീവിക്കുന്ന കാഴ്ചകളും അത്ഭുതകരമായ കാഴ്ചകളും നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു, ഒന്ന് തീർന്നു. പലരും പല രീതിയിലും പറയും. ഒരിക്കലും അങ്ങനെ ഒരു വാക്കുച്ചരിക്കുവാൻ ഒരു വിശ്വാസിക്ക് പാടില്ല തന്നെ. പരമാവധി പ്രയാസത്തിന്റെ അങ്ങേ തലക്കലെത്തുമ്പോൾ അവന് പറയാവുന്ന ഒരു വാക്ക്, അല്ലാഹുവേ ജീവിതമാണ് നല്ലതെങ്കിൽ നീ എനിക്ക് ജീവിതം തിരിച്ചു നൽകണമേ തമ്പുരാനെ. അതല്ല മരണമാണ് എനിക്ക് ഉത്തമമെങ്കിൽ അല്ലാഹുമ്മ ഇൻ കാനത്തിൽ മമാതു ഖൈറൻ ലി എന്ന് മാത്രമേ അവന് പരമാവധി പറയാവൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരം പ്രയാസത്തിലെത്തിയ രോഗികൾക്ക് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇസ്ലാം അവരോട് പഠിപ്പിച്ചിരിക്കുന്ന മര്യാദയുടെ ഭാഗമായി നാം അവർക്ക് നൽകുന്ന സാന്ത്വനത്തിന്റെ, സ്നേഹത്തിന്റെ ഒരു തലോടലും അവരോട് നാം പറയുന്ന ചില നല്ല വാക്കുകളുമാണ്. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന സുന്നത്താണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ അംബിയായിലൂടെയും മറ്റു ചില സൂറകളിലൂടെയും. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി അൽദുർ. രോഗത്തിന്റെ അങ്ങേ അറ്റം, ഒരു ലോകത്ത്, ഭൗതിക ലോകത്ത് ഒരു മനുഷ്യനെ ബാധിക്കാവുന്ന രോഗത്തിന്റെ അങ്ങേ അറ്റം ബാധിച്ച ഒരു വ്യക്തിയായിരുന്നു, അങ്ങേ അറ്റം പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം അല്ലാഹുവോട് അവസാനം പ്രാർത്ഥിച്ചു, പടച്ചോനെ എനിക്ക് മുറ് ബാധിച്ചിരിക്കുന്നു, പ്രതിസന്ധി ബാധിച്ചിരിക്കുന്നു, പ്രയാസം ബാധിച്ചിരിക്കുന്നു, വഅൻത അർഹമുർ റഹീമീൻ, നീയാണല്ലോ നാഥ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവൻ. ജീവിതത്തെ കുറിച്ച് എനിക്ക് പ്രതീക്ഷയില്ലാത്ത വിധം ഞാനിതാ രോഗത്തിന് അടിപ്പെട്ടിരിക്കുന്നു. എന്റെ വേണ്ടപ്പെട്ടവരെല്ലാം, എന്റെ സ്വന്തക്കാരെല്ലാം എന്നെ ഇട്ടേച്ച് പോയി. ഇനി എനിക്കാരുമില്ല, നിന്നിലല്ലാതെ എനിക്കൊരു പ്രതീക്ഷയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ആത്മാർത്ഥമായി അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു. അതിന് അല്ലാഹു നൽകിയ മറുപടി ദീർഘമായ 13 വർഷക്കാലം മാരകമായ രോഗം അനുഭവിച്ച് ശരീരം പൊട്ടി വ്രണത്തിലൂടെ ഒരു പക്ഷേ സ്വന്തക്കാർക്ക് പോലും അസഖ്യമാകുന്ന രീതിയിൽ വാസനയും അതേപോലെ തന്നെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളും പുറത്തു വന്ന് മാരകമായി വേദന അനുഭവിച്ചപ്പോ അദ്ദേഹം ജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയില്ല. അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. നാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. അദ്ദേഹത്തിന് ബാധിച്ച കഷ്ടപ്പാടിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വീണ്ടും സുന്ദരമായ ഒരു ജീവിതം അയ്യൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ ഭൂമുഖത്ത് വെച്ച് തന്നെ അള്ളാഹു നൽകി. നഷ്ടപ്പെട്ട, ഇട്ടേച്ച് പോയ കുടുംബാംഗങ്ങളെ നാം അദ്ദേഹത്തിന് തിരിച്ചു നൽകി. എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം അല്ലാഹു അദ്ദേഹത്തിന് തിരിച്ചു നൽകി. റഹ്മത്തൻ മിൻ ഇൻദിനാ, നമ്മിൽ നിന്നുള്ള കാരുണ്യാതിരേകത്താൽ, വദിക്റാലിൽ ആബിദീൻ, അതേപോലെ തന്നെ ആരാധനകൾ നിർവഹിക്കുന്ന ആളുകൾക്ക് ഒരു ഓർമ്മയായി കൊണ്ട്, ഒരു പാഠമായി കൊണ്ട് അയ്യൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു ശിഫ നൽകിയ ചരിത്രം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുൻപിൽ പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് പ്രതിസന്ധി വന്നാലും അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സംഭവിക്കുവാൻ പാടില്ല. ഇങ്ങനെ പ്രയാസം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 2 കാലിൽ ഭൂമുഖത്ത് നടക്കാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ നാളെ എന്താകും? നമ്മൾ പരിസരം ഒന്ന് നിരീക്ഷിക്കണം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ മഹല്ലിൽ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇതുവരെ ജുമാക്ക് വന്നിരുന്ന ആളുകൾ ജുമാക്ക് വന്നിട്ട് എത്ര ആഴ്ചയായി,
ഇതുവരെ ജമാഅത്തിന് വന്നിരുന്ന ആളുകൾ പള്ളി കണ്ടിട്ട് എത്ര നാളായി? ഒരു കല്യാണത്തിന് പങ്കെടുത്തിട്ട് ഒരു പ്രോഗ്രാമിന് പോയിട്ട് ഈ 4 ചുവരുകൾക്കുള്ളിൽ നിന്നൊന്ന് പുറത്തിറങ്ങിയിട്ട് നാളുകൾ എത്രയായി എന്ന് ചിന്തിക്കുന്ന എത്ര മനുഷ്യരുണ്ടെന്നറിയോ? അവർക്ക് പലപ്പോഴും ആകണ്ടാവുന്ന ഒരു ആശ്വാസം അയൽക്കാരായ, ബന്ധുക്കളായ, നാട്ടുകാരായ, സുഹൃത്തുക്കളായ നമ്മളുടെ ഒരു സന്ദർശനമാണ്. അതിലൂടെ അവർക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസമുണ്ട്. അതാണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്വൻ. ഒരു വിശ്വാസി, ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് തന്റെ സുഹൃത്തിനോടുള്ള കടപ്പാട് 6 കാര്യങ്ങളാണ്. അതിലൊന്ന് റസൂൽ പറയുന്നു, ഫൈദാ മരിള ഫഉദ്ഹു. അവൻ രോഗിയായാൽ നീ അവനെ സന്ദർശിക്കുക. ഇത്തരം സാഹചര്യങ്ങളെ വായിച്ചതിന്റെ രീതി ഹദീസിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും, കാണുവാൻ സാധിക്കും. അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ ഗുലാമൻ യഹൂദിയൻ. മുസ്ലിങ്ങളായ രോഗികളെ മാത്രമല്ല റസൂലിനെ സന്ദർശിച്ചത്. റസൂലിന്റെ നാട്ടിലുണ്ടായിരുന്ന യഹൂദനായ ഒരു കുഞ്ഞ്, മുസ്ലിം അല്ലാത്ത, ഒരു പക്ഷെ ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തിയിരുന്ന, അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ശത്രുത വെച്ച് പുലർത്തിയിരുന്ന യഹൂദരിൽപ്പെട്ട ഒരു കുഞ്ഞിന് അസുഖം ബാധിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ സന്ദർശിച്ചതായിട്ട് ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നിട്ടോ ആ കുട്ടിയെ സന്ദർശിച്ചു, അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അവസാനം അവന് വേണ്ടി പ്രാർത്ഥിച്ചു, അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവനെ ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് അവനെ ക്ഷണിക്കുകയും ചെയ്തു. ക്ഷണിച്ചു എന്ന് മാത്രമല്ല, ആ കുട്ടി മുസ്ലിം ആയതായിട്ട് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നു. ആ കുട്ടിയെ ക്ഷണിക്കുമ്പോൾ ആ കുട്ടി പരിസരത്തുള്ള തന്റെ സ്വന്തക്കാരെങ്ങനെ നോക്കുന്നു, ഉപ്പാനെങ്ങനെ നോക്കുന്നു. അപ്പോ അബ്ദുൽ ഖാസിം, മുഹമ്മദ് പറഞ്ഞത് അനുസരിക്ക് എന്ന് പിതാവ് പറയുകയും ആ കുട്ടി ഷഹാദത്ത് കലിമ ചൊല്ലിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ പരിസരത്തുള്ള നാട്ടിലുള്ള അയൽക്കാരായ ആളുകള് ജാതി മത ഭേദ വ്യത്യാസം നോക്കാതെ, അതൊന്നും പരിഗണിക്കാതെ അവരെ സന്ദർശിക്കേണ്ടവർക്ക് അവർക്ക് നമ്മളാലാവുന്നത് ചെയ്തു കൊടുക്കേണ്ടത് മതപരമായി തന്നെ നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് നിങ്ങൾ മനോഹരമായ ഒരു വചനം പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ യബ്ന ആദം മരിൽതു ഫലം തഅദിനി. നാളെ പരലോകത്ത് മനുഷ്യരൊന്നടങ്കം ഹാജരാക്കപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട് നമ്മളോട് ഓരോരുത്തരോടും. ഞാൻ രോഗിയായി കിടന്നപ്പോ നീ എന്തേ എന്നെ സന്ദർശിക്കാതിരുന്നത്? അള്ളാഹ് ചോദിക്കുകയാണ് നമ്മളോട്, സാധാരണക്കാരായ നമ്മളോട്. അള്ളാഹിന്റെ ചോദ്യം എന്താ? ചോദ്യം, ഞാൻ രോഗിയായി കിടന്നപ്പോ നീ എന്താ വരാതിരുന്നത്? ആ സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മറുപടി, യാ റബ്ബി കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ. ഞാൻ എങ്ങനെയാണ് റബ്ബെ നിന്നെ സന്ദർശിക്കുക? നീ ലോകരക്ഷിതാവായ അല്ലാഹു അല്ലേ? ഖാൽ, അപ്പോൾ അല്ലാഹുവിന്റെ മറുപടി, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള ഫലം തഅദുഹു. നീ അറിഞ്ഞിരുന്നില്ലേ നിന്റെ നാട്ടിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ അയൽപ്പക്കത്ത്, നിന്റെ മഹല്ലിൽ, നിന്റെ പള്ളിയിലേക്ക് വരുന്ന വ്യക്തി, നിന്റെ പരിസരത്തുള്ള വ്യക്തി അവൻ രോഗിയായി കിടന്നത് നീ അറിഞ്ഞിരുന്നില്ലേ? പക്ഷെ നീ അവനെ സന്ദർശിച്ചില്ലല്ലോ. അമാ അലിംത അന്നക ലൗ ഉത്തഹു ലവജതനി ഇൻദഹു. നീ എങ്ങാനും അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ നിനക്ക് അവിടെ എന്നെ കണ്ടെത്താമായിരുന്നു, എന്നെ കാണാമായിരുന്നു. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ കൽപ്പനയാണ് നമ്മൾ അവിടെ അനുധാവനം ചെയ്യുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനയാണ് നമ്മൾ അവിടെ പ്രാവർത്തികമാക്കുന്നത്. അള്ളാഹുവിനെ സന്ദർശിക്കുന്നത് പോലെ പ്രാധാന്യമുള്ള കാര്യമാണ് നമ്മുടെ പരിസരത്തുള്ള നാട്ടിലുള്ള ഒരു രോഗിയെ സന്ദർശിക്കുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു വചനത്തിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കും, മൻ ആദ മരീളൻ ലം യസൽ ഫീ ഹിർഫത്തിൽ ജന്ന. ഒരാൾ ഒരു രോഗിയെ സന്ദർശിച്ചാൽ അവൻ ഹിർഫത്തുൽ ജന്നത്തിലായി കൊണ്ടേയിരിക്കും, ജന്നത്തിന്റെ ഹിർഫത്തിലായി കൊണ്ടേയിരിക്കും. എന്താണ് പ്രവാചകൻ ഹിർഫത്തുൽ ജന്നത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, അത് അതിന്റെ ഓരമാണ്. രോഗിയെ സന്ദർശിച്ച ഒരാൾ സ്വർഗത്തിന്റെ ഓരത്തിൽ തൊട്ടടുത്തെത്തി കഴിഞ്ഞു. പിന്നെ അവന്റെ കർമ്മത്തിലൂടെ അവൻ ആ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ മാത്രം മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ് ഇയാദത്തുൽ മരീദ് എന്ന് പറയുന്നത്, രോഗിയെ സന്ദർശിക്കുക എന്ന് പറയുന്നത്. അത് വളരെ പ്രാധാന്യത്തോടു കൂടി ഇസ്ലാം പലപ്പോഴും
പ്രധാനപ്പെട്ട ചില സുന്നത്തുകൾ, നമ്മൾ മറന്നു പോകുന്ന ചില സുന്നത്തുകൾ, അല്ലെങ്കിൽ ഫർള് പോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തർ, അത് ഏതെങ്കിലും മഹല്ലിലെ ഭാരവാഹികളോ അവരോ ഇവരോ പ്രധാനപ്പെട്ടവരോ രാഷ്ട്രീയ നേതാക്കളോ സമുദായ നായകന്മാരോ മാത്രം ചെയ്യേണ്ടതല്ല. നമ്മളുമായി ബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ അതിനുവേണ്ടി സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. മറ്റൊരു വചനം ഇങ്ങനെയാണ്, ഒരാൾ രോഗിയെ സന്ദർശിച്ചാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അവൻ മുങ്ങിക്കൊണ്ടിരിക്കും, അവൻ അവിടെ ഇരിക്കുന്നത് വരെ. ഇനി അവൻ അവിടെ ഇരുന്നാലോ അവൻ പൂർണ്ണമായി അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ മുഴുകിക്കഴിഞ്ഞ രോഗിയെ നമ്മൾ സന്ദർശിച്ച് അയാളുടെ അടുക്കൽ അയാളുടെ സമയം സന്ദർഭമൊക്കെ നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് അയാളുടെ കൂടെ ഇരുന്ന് അയാൾക്ക് എന്തെല്ലാം താല്പര്യങ്ങൾ ഉണ്ടാവും എന്നറിയോ? ഒരുപാട് കാലമായിട്ട് പത്രം വായിക്കാൻ അയാൾക്ക് അറിയില്ല, പുറത്തുനിന്നുള്ള ആരും അയാൾ കാണാറില്ല, നാട്ടിലെ എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് ഇടപെട്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പൊ നാടിന്റെ പൾസ് അയാൾക്ക് കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് നാട്ടിൽ ഓടി നടക്കുന്ന നമ്മള് ചെന്നിട്ട് 5 മിനിറ്റ് അയാളുടെ കൂടെ ഇരുന്നിട്ട് 5 മിനിറ്റ് അയാളോട് സംസാരിച്ചാൽ അതിലൂടെ അയാൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസമാണ് ഇവിടെ. ആ ആശ്വാസത്തിലൂടെ, അയാൾക്ക് നൽകുന്ന ആശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് അല്ലാഹു റസൂലിലൂടെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തങ്ങളുടെ സദസ്സിനെ വെച്ച് ചോദിക്കുന്നുണ്ട്, മൻ അസ്ബഹൽ യൗമ മിൻകും സായിമ, ഒരു സുന്നത്ത് നോമ്പ് എടുക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരുന്നു അത്. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നോമ്പനുഷ്ഠിച്ചത്? പലരും ഉണ്ടായിരുന്നു ആ സദസ്സിൽ. സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, കാല അന, നബിയെ ഞാൻ ഇന്ന് സുന്നത്ത് നോമ്പ് നോക്കിയിട്ടുണ്ട്. മൻ ആദം മിൻകും യൗമ മരിയല്ല, ഇന്നത്തെ ദിവസം ഒരു രോഗിയെ സന്ദർശിച്ചവർ ആരാണുള്ളത്? അള്ളാഹു റസൂൽ ചോദിക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബറിന്റെ മറുപടി, കാല അന, നബിയെ ഞാൻ ഇന്ന് ഒരു രോഗിയെയും സന്ദർശിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ചോദ്യം, മൻ ഷഹിദ മിൻകും യൗമ ജനാസ, ഇന്ന് ഒരു ജനാസയെ പിന്തുടർന്നവൻ, മരിച്ച ഒരു വ്യക്തിയെ പിന്തുടർന്ന് ഖബർസ്ഥാനിൽ നമസ്കരിച്ച് ഖബർസ്ഥാനിലേക്ക് എത്തിക്കുന്നത് വരെ പിന്തുടർന്ന് ആരുണ്ട്? സിദ്ദീഖുൽ അക്ബർ അതിനും പറഞ്ഞു, അനയാ റസൂലുള്ളാഹ്, യാദൃശ്യമായ പ്രവാചകരെ ഇന്ന് ഞാൻ അതിനും എനിക്ക് സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നോക്കണം നിങ്ങൾ, ഒരു അത്ഭുതം. സിദ്ദീഖുൽ അക്ബർ ഒരു ബിസിനസ്സുകാരനാണ്, അന്നത്തെ കാലത്തെ ഒരു തിരക്കുള്ള കച്ചവടക്കാരനാണ്. ഒരു കച്ചവടക്കാരന്റെ തിരക്ക് നമുക്കറിയാം. പക്ഷെ ആ സിദ്ദീഖുൽ അക്ബർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, ഒരു രോഗിയെ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്, അന്ന് അദ്ദേഹം ഒരു ജനാസയുടെ കൂടെ പോയിട്ടുണ്ട്. അടുത്ത ചോദ്യം, മൻ അത്അമ മിൻകും യൗമ മിസ്കീന, ഇന്നൊരു സാധുവിന് ഭക്ഷണം കൊടുത്തത് ആരാ? അതിനും നഅം അന യാ റസൂലല്ലാഹ് എന്ന് മറുപടി പറഞ്ഞത് അല്ലാഹു റസൂല സിദ്ദീഖുൽ അക്ബറാണ്. ഇതിന് അല്ലാഹു റസൂൽ സിദ്ദീഖുൽ അക്ബറിനോട് പറയുന്ന മറുപടി, മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദുഖിലൽ ജന്ന, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾക്ക് സ്വർഗമല്ലാതെ മറ്റൊന്നും വേറെ ഇല്ല. വല്ലാത്തൊരു തൗഫീഖാണ്. വളരെ യാദൃശ്യമായിട്ട് അന്ന് അല്ലാഹു റസൂൽ അത് ചോദിച്ചു. സിദ്ദീഖുൽ അക്ബർ അതൊക്കെ ചെയ്തു. എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും എല്ലായ്പ്പോഴും എല്ലാവർക്കും ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. പക്ഷെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. വിശിഷ്യ നമ്മുടെ നാട്ടിൽ നമ്മളുമായി ബന്ധപ്പെട്ട രോഗികളെ കാണുകയും അവർക്ക് ആവശ്യമായി, നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ അൽഹംദുലില്ലാഹ് പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും ലഭിക്കാത്ത, നമ്മളെല്ലാവരും കൈയൊഴിച്ചു പോയ ഒരു വിഭാഗം രോഗികൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് കണ്ടെത്തി അവർക്ക് ആവശ്യമാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിവേകവും ചില മര്യാദകളും ഒക്കെ ഉണ്ട്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, രോഗിയെ സന്ദർശിക്കുമ്പോൾ അപ്പോ ചിലർക്ക് സംശയം, പുരുഷന്മാർക്ക് സ്ത്രീകളെ രോഗിയായി സന്ദർശിക്കാൻ പറ്റുമോ? സ്ത്രീകൾക്ക് പുരുഷന്മാർ രോഗിയായി സന്ദർശിക്കാൻ പറ്റുമോ? ബാബു ഇയാദത്തുൻ നിസാഇ റിജാൽ എന്ന് ബുഖാരിയിലെ ഒരു ബാബ് തന്നെ കാണുവാൻ സാധിക്കും. ആദത്ത് ഉമ്മു ദർദായ് റജുലൻ മിൻ അഹ്ലിൽ മസ്ജിദി ഫി മിനൽ അൻസാർ. ഉമ്മു ദർദായ് എന്ന് പറയുന്ന സഹാബി വനിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വരാറുണ്ടായിരുന്ന ഒരു അൻസാരി സഹോദരനെ, അൻസാരി വിശ്വാസിയെ സന്ദർശിച്ച കഥ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി നമുക്ക് പറ്റുന്ന രീതിയിൽ അവരുടെ പരിസരത്ത് ചെല്ലുകയും ആ വീട് സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് യാതൊരു തെറ്റുമില്ല എന്ന് ഈ ബാബിൽ ഇമാം ബുഖാരി ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൂടി നമ്മൾ ആ കൂട്ടത്തിൽ മനസ്സിലാക്കുക. പണ്ഡിതന്മാർ പറയുന്നു ഇതിന്റെ ഒരു മര്യാദ. ഒന്നാമത്തേത്, നമ്മള് രാവിലെ ഒരു ഏർപ്പാടിന് പോവുകയാണ് 6 മണിക്ക്.
അപ്പോഴാണ് നമുക്ക് ഒഴിവുള്ളത്. ആ സമയത്ത് നോക്കിയിട്ട് നമ്മൾ സന്ദർശിക്കാൻ പാടുണ്ടോ? അതിന്റെ മര്യാദ നമ്മൾ ശ്രദ്ധിക്കണം. ഇഖ്തിയാറുൽ വഖ്തുൽ മുനാസിബിൽ സിയാറ, എന്റെ സൗകര്യമല്ല രോഗിയെ സന്ദർശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ രോഗിയുടെ സൗകര്യമാണ്. ഇപ്പോ മരുന്ന് കുടിക്കുന്നവരുണ്ടായിരിക്കാം, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരുപാട് ചിട്ടകളും പ്രയാസങ്ങളും ഒക്കെ, പലതരത്തിലുള്ള രോഗികൾ ഇന്ന് പഴയ പോലെയല്ല, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന രോഗികളുണ്ട്. ചിലപ്പോ നമ്മുടെ സന്ദർശനം അവർക്കൊരു ബാധ്യതയായി മാറാൻ പാടില്ല. അപ്പൊ പോകുന്നതിന് മുൻപ് നമ്മളൊന്ന് അന്വേഷിക്കണം, അത് പോകാൻ പറ്റുമോ, എന്താണെന്ന സാഹചര്യം എന്നുള്ളത് അന്വേഷിക്കാൻ നമ്മൾ ഉത്തരവാദിത്തമാണ്. ഇഖ്തിയാറുൽ വഖ്ത് അതിന് പറ്റുന്നത്, ഞാൻ ഇപ്പൊ രാത്രി 10:30 വീട്ടിലേക്ക് എത്തുന്നത്, അതുകൊണ്ട് ഞാനൊന്ന് വന്ന് പോകാന്ന് കരുതി എന്ന് പറഞ്ഞ് നമ്മൾ ഉറങ്ങിയ രോഗിയെ, ആകെ ഉറക്കം കിട്ടാത്ത രോഗിയായിരിക്കും, ഒരു പക്ഷെ ആ സമയത്ത് മാത്രമേ ഉറക്കം ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നമ്മൾ വിളിച്ചോണ്ടിട്ട് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സന്ദർശനം ആകാൻ പാടില്ല. അവർക്ക് നമ്മുടെ സന്ദർശനം കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തത് ജുലൂസ്. ചിലര് നമ്മുടെ സാന്നിധ്യം ദീർഘമായി പ്രതീക്ഷിക്കുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെയും കാണലില്ല, വർത്താനം പറയുന്ന ഒരാളെയും കിട്ടലില്ല, അയാൾക്ക് പറയാൻ കഴിയില്ല, പക്ഷെ കേൾക്കാനൊക്കെ പൂതിയുണ്ട്, പക്ഷെ ആരും അങ്ങനെ ചെല്ലില്ല. അങ്ങനത്തെ രോഗിയാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഇരിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഡോക്ടർ പ്രത്യേകം നിഷ്കർഷിച്ച സംസാരിക്കാൻ പാടില്ല, പൂർണ്ണ റെസ്റ്റ് എന്ന് പറഞ്ഞ ഒരാളടുത്ത് നമ്മൾ പോയി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പോരാ എന്നുള്ളതല്ലാതെ അവിടെ നമ്മൾ കൂടുതൽ സമയം ഇരിക്കുക, എന്നിട്ട് അവിടുന്ന് ഫോൺ ചെയ്യുക, അവിടെ നമ്മൾ അങ്ങ് ആ രീതിയിൽ നമ്മൾ അവർക്കൊരു പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ അവിടെ ഇടപെടാൻ പാടില്ല. അതും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ ഒരു കാര്യം രോഗിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മൾ ഒരു പക്ഷേ കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും കാണേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. അയാളുടെ ആയിട്ട് ബന്ധപ്പെട്ട്, ആ വീട്ടിലുള്ള അംഗങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു മര്യാദ, നമ്മൾ നേരെ അങ്ങോട്ട് കയറി ചെന്നിട്ട് ആരുമില്ലേ എന്ന് ചോദിച്ച് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയാകാൻ പാടില്ല. മറിച്ച് അവിടെ കാണേണ്ടത് മാത്രമേ നമ്മൾ കാണാവൂ എന്ന ഒരു ബോധം, ഒരു വിവേകം നമുക്ക് ഉണ്ടായിരിക്കണം. നാലാമത്തെ കാര്യം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചോദിക്കാം. ഡോക്ടർ പറഞ്ഞതിൽ പുറത്ത് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതും ഉണ്ടാകും. ചില രോഗങ്ങൾ പോലും ചിലപ്പോൾ നമുക്ക് എല്ലാവരോടും പറയാം, നമ്മളെ കുടുംബത്തിലുള്ള ചില സംഗതി ചിലപ്പോൾ എല്ലാവരോടും പറയാൻ പറ്റിക്കോളുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചിലർക്ക് അവര് മറച്ചു വെക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ചിലർക്ക് അത് കിട്ടാൻ ഭയങ്കര ഒരു ജിജ്ഞാസയിക്കാണ്. അവിടെ അത് കുത്തി 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 ചോദിച്ച് അതിങ്ങനെ മാന്തി അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ നിയന്ത്രിക്കുക. അഞ്ചാമത്തേത് ആത്മാർത്ഥമായി, ഏറ്റവും പ്രധാനമായി നമ്മൾ അതിന് ചെയ്യണം, അവർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആ പ്രാർത്ഥന നിർവഹിക്കാതെ വെറുതെ പോയി കണ്ട് കട്ടഞ്ഞായി കുടിച്ച് പോരാനുള്ളതല്ല യാദത്തിൽ മരീദ് എന്ന് പറയുന്നത്. മറിച്ച് അവർക്ക് വേണ്ടി അള്ളാഹു റസൂൽ പഠിപ്പിച്ചതുപോലെ ശരീരത്തിൽ സ്പർശിക്കാൻ സാധിക്കുന്ന പറ്റുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ, അല്ല എങ്കിൽ നമ്മൾ അകലം പാലിക്കേണ്ടത് അകലം പാലിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മൻ ആദ മരീലൻ ലം യഖ്ദുർ അജലുഹു ഫഖാല ഇൻദഹു സബ്അ മററാത്തിൻ, അവർ ഒരാൾ രോഗിയുടെ അടുക്കൽ ചെന്നിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരാൾ പ്രാർത്ഥിച്ചു, അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശൽ അലീം അൻ യശ്ഫീക എന്ന് പ്രാർത്ഥിച്ചാൽ ഇല്ല അഫാഹുല്ലാഹു മിൻ ദാലിക്കൽ മർള്, ആ രോഗിക്ക് അല്ലാഹു ശമനം നൽകാതിരിക്കയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹു റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന. ഒരുപാട് പ്രാർത്ഥന റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രാർത്ഥന അല്ലാഹുമ്മ റബ്ബൻ നാസിം ഇദ്ഹബിൽ ബഅസ ഇശ്ഫി അൻത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ വലാ യുഗാദിറു സഖമ. ഇതിന്റെ വ്യത്യസ്തമായ റിപ്പോർട്ട് ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹുമ്മ റബ്ബൻ നാസി, ജനങ്ങളുടെ രക്ഷിതാവായ നാഥ, ഇദ്ഹബിൽ ബഅസ, അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളെ നീ നീക്കി കൊടുക്കണമേ, ഇശ്ഫി, നീ ശിഫ നൽകണമേ, അൻത ഷാഫി, നീയാണ് ശിഫ നൽകുന്നവൻ, ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, നിന്റെ ശിഫയല്ലാതെ നിന്റെ ശമനമല്ലാതെ ശമനമില്ല, വല ശിഫാഅൻ വലാ യുഗാദിറു സഖമ, ഒരിക്കലും രോഗം തിരിച്ചു വരാത്ത രീതിയിൽ അദ്ദേഹത്തിന് ശമനം നൽകണമേ എന്ന് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥന. ഇതൊക്കെയാണ് അതിന്റെ ഒരു മര്യാദ എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ ആ ഒരു ചിട്ട, അതിലൂടെ നമ്മുടെ ഒരു ബോണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മഹലിന്റെ ഒരു കെട്ടുറപ്പ്, ബന്ധത്തിന്റെ ഒരു കെട്ടുറപ്പ്, നമ്മളുമായിട്ടുള്ള ഒരു സൗഹൃദം, ഇതൊക്കെ അതിലൂടെ പുനഃസ്ഥാപിക്കപ്പെടുന്നു. അയാൾക്ക് എല്ലാറ്റിനും ഉപരി അയാൾക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസം, അതാണ് അതിന്റെ പ്രധാനം. അത് നിലനിർത്തുവാനും വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അത്തരം ആളുകൾക്ക് നമ്മളിൽ നിന്ന് ലഭിക്കേണ്ട അർഹമായത് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നവരായി നമ്മൾ മാറുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വൽ ഗഫാർ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലല്ലാഹു തആല ലിന്നാസി ബിൽദാർ വഅലാ ആലിഹിൽ അത്ഖിയാഇൽ അബ്റാർ വഅലാ അസ്ഹാബിഹിൽ അസ്ഫിയാഇൽ അഖിയാർ
നാമത്തെ സമാവാത്തി വിശ്വാസികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശം വിശുദ്ധ ഖുർആൻ സൂറത്ത് ശുഅറ 26-ാമത്തെ അധ്യായത്തിലെ 80-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ചത്. ഫഇന്നഹു അദുവ്വുൻ ലി ഇല്ലാ റബ്ബുൽ ആലമീൻ അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ. അവനാണ് എന്നെ സൃഷ്ടിച്ചത്, എനിക്ക് മാർഗദർശനം നൽകുന്നത്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, എന്നെ ഭക്ഷിപ്പിക്കുന്നതും കുടിപ്പിക്കുന്നതും അവനാണ്. വൈദാ മരിദ്തു ഫഹുവ യശ്ഫീൻ, എനിക്ക് അസുഖം വന്നാൽ, രോഗം വന്നാൽ എനിക്ക് ശിഫ നൽകുന്നവൻ അവനാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്, നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, എന്തൊക്കെ ആധുനികമായ ചികിത്സാ സംവിധാനങ്ങൾ നമുക്ക് സാധ്യമാകുന്നതുണ്ടോ അതൊക്കെ നമുക്ക് വെച്ചിട്ട് ചികിത്സിക്കാം. അതിന് ഇസ്ലാം ഒരിക്കലും എതിരല്ല. എന്തൊക്കെ സംവിധാനങ്ങൾ ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ഏതൊക്കെയുണ്ട്, നമ്മുടെ നാട്ടിലുള്ള പലതരത്തിലുള്ള ചികിത്സാ രീതികളെ കുറിച്ച് പലതരത്തിലുള്ള വിമർശനങ്ങൾ പലരും ഉന്നയിക്കാറുണ്ട്. നമുക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്ന മാർഗം നമുക്ക് സ്വീകരിക്കാം, ഒന്നാമത്തെ. രണ്ടാമത്തേത്, ചികിത്സ മാത്രമല്ല, അതിനേക്കാൾ പ്രധാനമാണ് അള്ളാഹു നമ്മൾ നടത്തുന്ന പ്രാർത്ഥന അനുഗ്രഹം. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരാൾക്ക് അള്ളാഹു ശമനം നൽകുക. ഒരാള് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇരിക്കുക, ചികിത്സക്ക് പോകാതെ നമ്മൾ ഇതിനെതിരാണ് എന്ന് പറയുന്ന ഏർപ്പാട് ഇസ്ലാമിലില്ല. രണ്ടാമത്തെ, ചികിത്സിക്കുന്നുണ്ട്, പിന്നെന്തിനാ പ്രാർത്ഥന എന്ന് പറയുന്നതും ശരിയല്ല. കാരണം ചികിത്സിച്ചത് കൊണ്ട് മാത്രം ഒരാളുടെ അസുഖം മാറുന്നില്ല. ചികിത്സക്കപ്പുറം അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ തന്നെ രോഗത്തിൽ നിന്ന് ശമനം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് കൊണ്ട് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ചികിത്സിക്കുക, പ്രാർത്ഥിക്കുക. ആ രീതിയിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കാം.